കൃപാസനം പത്രം ഏപ്രിൽ 2026 പാർട്ട് 3. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എറണാകുളം വൈപ്പിനിൽ നിന്നുള്ള ശാലു സഞ്ജീവിന്റെ സാക്ഷ്യം. മരണമുഖത്തു നിന്നും രക്ഷിച്ച് കൃപാസനം മാതാവ് 12 വർഷം മുമ്പ് നൽകിയ സന്ദേശം വിശ്വസിക്കാനാവാത്ത അനുഗ്രഹമാക്കി. എനിക്ക് 13 വർഷമായി കുട്ടികളില്ലായിരുന്നു. ഇതിനിടയിൽ എനിക്ക് ക്യാൻസർ പിടിപെട്ട് 4th സ്റ്റേജിലായി. ഞങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് മക്കളെ താമസിക്കും, ഈശോയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞ് കാശുരൂപം തരികയും സൈത്ത് പൂശാൻ തരികയും ചെയ്തു. അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 7ാം മാസം ബ്ലീഡിംഗ് ഉണ്ടായി കുഞ്ഞിനെ പുറത്തെടുത്ത് വെന്റിലേറ്ററിലാക്കി. കുഞ്ഞിനെ കിട്ടില്ല, വെന്റിലേറ്റർ മാറ്റാൻ പോവുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു തന്ന കാശുരൂപം വെന്റിലേറ്ററിന്റെ മുകളിൽ വെച്ചു. അന്ന് കുഞ്ഞ് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം മാതാവ് ഒരു സമുദ്രത്തിൽ നിന്ന് കുളിച്ചു പൊങ്ങി വരുന്നത് പോലെ കണ്ടു. പിന്നെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. എനിക്കും സൗഖ്യം ലഭിച്ചു. ബാംഗ്ലൂരിൽ നിന്നുള്ള ഷാജിത്തിന്റെ സാക്ഷ്യം. ഉടമ്പടി വഴി സമയ ചുരുക്കത്തിൽ ജീവിതം തിരിച്ചുപിടിച്ച ഉജ്ജ്വല സാക്ഷ്യം. ഞാൻ ബാംഗ്ലൂരിൽ ഫിനാൻസ് കമ്പനി പാർട്ട്ണർഷിപ്പിൽ നടത്തുകയായിരുന്നു. കൊറോണ ടൈമിലെ സാമ്പത്തിക പ്രശ്നത്തിൽ ഞങ്ങളുടെ 25 വർഷത്തെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു. പണം കൊടുക്കാനുള്ളവരോട് എന്ത് പറയണമെന്നറിയില്ല. എനിക്ക് രാത്രികളിൽ ഉറക്കമില്ലാതായി. ആത്മഹത്യയുടെ വക്കിലെത്തി. ആ സമയം ഞങ്ങളുടെ ഒരു സുഹൃത്ത് വഴി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. ഉടമ്പടി എടുത്ത ശേഷം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി. എനിക്ക് ഇൻകം ടാക്സിൽ നിന്ന് കുറച്ച് പൈസ വരാനുണ്ടായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ തന്ന കാശുരൂപവുമായി ഇൻകം ടാക്സിൽ പോയി. 90% എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടി. മാതാവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ലീഗലായി പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒഴിവായി കിട്ടി. ഒരു ജോലിയും ലഭിച്ചു. ന്യൂസിലാൻഡിൽ നിന്നുള്ള ലൂസിയുടെ സാക്ഷ്യം. ഗ്രേഡ് 3 ഹെമാറ്റോമ ഡയഗ്നോസ് ചെയ്ത 2 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ തലയ്ക്ക് കീഴിൽ ജോസഫ് അച്ഛൻ ആശീർവദിച്ച കാശുരൂപം വെച്ചപ്പോൾ സംഭവിച്ചത്. എൻ്റെ കുഞ്ഞ് ജനിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ കുഞ്ഞ് കണ്ണു തുറക്കുന്നില്ല. സ്വെല്ലിംഗ് ഉള്ളതുപോലെ കണ്ടു. ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിന്റെ ഹെഡിൽ ഒരു ഗ്രേഡ് 3 ഹെമാറ്റോമ പോലെ കണ്ടു. കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ കാറ്ററാക്ട് പോലെ കണ്ട് സർജറി പറഞ്ഞു. ഹെമാറ്റോമ തുടർന്നാൽ സെറിബ്രൽ പാൾസി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ തന്ന കാശുരൂപം കുഞ്ഞിന്റെ തലയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ കുഞ്ഞിന് കൊടുത്തു. അന്ന് തന്നെ കുഞ്ഞ് കണ്ണു തുറന്ന് പാല് കുടിക്കാൻ തുടങ്ങി. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഹെമാറ്റോമ ഗ്രേഡ് 1 ആയി കുറഞ്ഞു. സർജറി വേണ്ടെന്ന് പറഞ്ഞു. തൃശൂർ കുണ്ടൂരിൽ നിന്നുള്ള ലയയുടെ സാക്ഷ്യം. ഫ്ലൂയിഡ് ലീക്കായി കുഞ്ഞിന് അനക്കമില്ലാതായിട്ടും 35 ആഴ്ച ആകാത്തതിനാൽ ഡോക്ടർമാർ ഡെലിവറിക്ക് സമ്മതിച്ചില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഇന്നെല്ലാം ശരിയാകും. പിന്നെ സംഭവിച്ചത്, എൻ്റെ മകൾ മരിച്ച ശേഷം ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചുവെങ്കിലും നടന്നില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ വിദേശത്തേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു PSC എക്സാം ഉണ്ടായിരുന്നു. ഞാൻ ഹാൾ ടിക്കറ്റുമായി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. നിനക്കൊരു കുഞ്ഞിനെ വേണോ അതോ PSC വേണോ എന്ന് അച്ഛൻ ചോദിച്ചു. ഞാൻ കുഞ്ഞിനെ മതിയെന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് 9 മാസം എല്ലാം ശരിയാകും, നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ വിദേശത്തേക്ക് പോയി. അവിടെ വെച്ച് ഞാൻ പ്രഗ്നൻ്റ് ആയി. 34 ആഴ്ചയായപ്പോൾ ഫ്ലൂയിഡ് ലീക്കാകാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ 35 ആഴ്ച ആകാതെ അവർ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റ് ആക്കി. കുഞ്ഞ് തിരിഞ്ഞു വരുന്നില്ല. അവർ സിസേറിയൻ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ അമ്മ കൃപാസനത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇന്നെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. നോർമൽ ഡെലിവറി നടന്നു. എറണാകുളം സൗത്ത് ചിറ്റൂരിൽ നിന്നുള്ള ജീൻ മേരിയുടെ സാക്ഷ്യം. മലയാളം വായിക്കാൻ അറിയാതെ പരീക്ഷയ്ക്ക് തോറ്റുകൊണ്ടിരുന്ന മകനെ കൃപാസനം പത്രം സ്ഥിരമായി വായിപ്പിച്ചു തുടങ്ങിയപ്പോൾ സംഭവിച്ച അത്യത്ഭുതം. എൻ്റെ മകന് ഹിന്ദി, മലയാളം വിഷയങ്ങൾക്ക് ഒട്ടും മാർക്ക് ലഭിക്കില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം കൃപാസനം പത്രം എടുത്ത് മകന് വായിക്കാൻ കൊടുത്തിട്ട് മാതാവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അത് മകൻ പെറുക്കി പെറുക്കി വായിക്കാൻ തുടങ്ങി. പിന്നെ ബുക്കുകളൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. പിന്നെ പരീക്ഷകൾക്കെല്ലാം പാസ്സാകാൻ തുടങ്ങി. കൂടാതെ സൗദിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന എൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ കൊടുത്തപ്പോൾ
3 തവണ റിജക്ഷൻ വന്നു. അന്വേഷിച്ചപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റിൽ സ്പെഷ്യാലിറ്റി എന്നെടുത്ത് മിഡ്വൈഫറി എന്നാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പല ഏജൻസികളെയും കോണ്ടാക്ട് ചെയ്തെങ്കിലും ഫലമില്ലായിരുന്നു. ഉടമ്പടി നൊവേനയിൽ പങ്കെടുത്തതിന്റെ ഫലമായി എനിക്ക് സർട്ടിഫിക്കറ്റ് തിരുത്തി കിട്ടി. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നുള്ള അനീഷ് വി ചാക്കോയുടെ സാക്ഷ്യം. സ്ഥലത്തിന്റെ തരം മാറ്റൽ 10 വർഷമായി കുരുക്കിൽ അകപ്പെട്ടപ്പോൾ ഉടമ്പടിയിൽ വെച്ചു മാതാവ് 6 എന്ന അക്കം കാണിച്ചു തന്നു. പിന്നെ 6, 16, 26 തീയതികളിൽ സംഭവിച്ചത്. എൻ്റെ സ്ഥലത്തിന്റെ തരം മാറ്റി ലഭിക്കാൻ ശ്രമിച്ചിട്ട് 10 വർഷമായിട്ടും നടക്കുന്നില്ലായിരുന്നു. മന്ത്രിയെയും കലക്ടറെയും ഒക്കെ കണ്ടിട്ടും തടസ്സങ്ങളായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കിയ ശേഷം മാതാവ് 6 എന്ന അക്കം കാണിച്ചു തന്നു. അതിനുശേഷം ഭാര്യ എന്നോട് നമുക്ക് കളക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി കളക്ടറെ കണ്ടപ്പോൾ ഇത് ഞാൻ ഒക്ടോബർ 6-ാം തീയതി സൈൻ ചെയ്ത് തഹസിൽദാരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. തഹസിൽദാരെ കണ്ടപ്പോൾ 16-ാം തീയതി ഞാനത് ഒപ്പുവെച്ച് നിങ്ങളുടെ വില്ലേജ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വില്ലേജ് ഓഫീസർ അത് 26-ാം തീയതി സാങ്ഷൻ ചെയ്ത് തരികയും ചെയ്തു. ഉടമ്പടി ആരാധനയിൽ എൻ്റെ അലർജി രോഗവും മാറിക്കിട്ടി. കണ്ടക്കടവിൽ നിന്നുള്ള അമലിന്റെ സാക്ഷ്യം. കപ്പലിൽ ജോലിക്ക് പോകുന്നതിന് വേണ്ടി 2 തവണ എൻ്റെ US വിസ റിജക്റ്റ് ആയി. ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് സമയ ചുരുക്കത്തിൽ ചെയ്തത്. ഞാൻ 2023 പഠനം കഴിഞ്ഞ് കപ്പലിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. എൻ്റെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ആദ്യത്തെ എക്സാമും ഇൻ്റർവ്യൂവും പാസ്സായി US വിസയ്ക്ക് അപ്ലൈ ചെയ്ത് മെഡിക്കൽ കഴിഞ്ഞ് വിസ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ റിജക്ഷൻ വന്നു. വീണ്ടും 2 പ്രാവശ്യം ട്രൈ ചെയ്തുവെങ്കിലും കിട്ടിയില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ വിസ റെഡിയായി പോയി. വിസയില്ലാതെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിരാശനായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തോളൂ, ഇവർ പെട്ടെന്ന് റെഡിയാക്കി തരുമെന്ന് പറഞ്ഞ ഒരു കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടെ എനിക്കൊരു മെസ്സേജ് വന്നു. വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് നിൽക്കുമ്പോൾ ഷിപ്പിൽ നിന്നൊരു മെസ്സേജ് വന്നു. റെഡി ഫോർ ജോയിനിങ് അല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഷിപ്പിൽ ജോലി ലഭിച്ചു. UK-യിൽ നിന്നുള്ള ജോസ്നയുടെ സാക്ഷ്യം. ഉടമ്പടിയിൽ വിശ്വാസമില്ലായിരുന്നു. ഒരു ഹിന്ദു കൂട്ടുകാരി മാതാവിനെ കുറിച്ച് പറഞ്ഞ് ഉടമ്പടി എടുപ്പിച്ചു. 37, 34 വയസ്സുള്ള ഞങ്ങളെ അമ്മ അത്ഭുതപ്പെടുത്തി. എൻ്റെ ഒരു അക്രൈസ്തവ കൂട്ടുകാരി കൃപാസനം മാതാവിനെ കുറിച്ച് പറഞ്ഞ് എന്നെ ഫോഴ്സ് ചെയ്തതുകൊണ്ടാണ് ഞാൻ കൃപാസനം ആരാധനയിൽ പങ്കെടുത്തത്. അതിനുശേഷം എനിക്ക് UK-യിൽ ജോലി ലഭിച്ചു. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. 10 വർഷമായി എനിക്ക് മക്കളില്ലായിരുന്നു. എൻ്റെ അനിയത്തിക്കും കുട്ടികളില്ല. ഞാൻ IVF ചെയ്തുവെങ്കിലും ഫെയിലായിപ്പോയി. 37 വയസ്സുള്ള എന്നോട് ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ ഓവറി 45 വയസ്സായ ഒരു സ്ത്രീയുടേത് പോലെയാണ്. നിങ്ങൾക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഡോണർ എക്സിൽ കൂടി മാത്രമേ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകൂ എന്നാണ്. ഞാൻ ഉടമ്പടി പുതുക്കി എൻ്റെയും അനുജത്തിയുടെയും നിയോഗം വെച്ചു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. 14 ദിവസത്തിന് ശേഷം എൻ്റെ അനിയത്തി ആദ്യം പ്രഗ്നന്റ് ആയി. 2 മാസം കഴിഞ്ഞ് എൻ്റെ ചെസ്റ്റിൽ ഒരു ലംബ് പോലെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞു. ഞങ്ങൾക്ക് 2 പേർക്കും കുഞ്ഞുങ്ങളെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ഇടുക്കിയിൽ നിന്നുള്ള ദിവ്യ സന്തോഷിന്റെ സാക്ഷ്യം. VP അച്ഛന് വാടിപ്പെട്ടിയിൽ വെച്ച് പരിശുദ്ധ അമ്മ നൽകിയ പ്രത്യക്ഷീകരണ ദൈവാനുഭവങ്ങളുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന സാക്ഷ്യമാണിത്. എൻ്റെ മകന് അഡിനോയിഡിന്റെ അസുഖവും ജനനേന്ദ്രിയത്തിന് വേദനയും ഉണ്ടായിരുന്നു. 4 വർഷത്തോളം ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായിട്ടും അസുഖം മാറുന്നില്ലായിരുന്നു. ജനനേന്ദ്രിയത്തിന് വേദന വരുമ്പോൾ തലകറക്കമുണ്ടാകുകയും ശ്വാസം കിട്ടാതെയും വരുമായിരുന്നു. ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി പുതുക്കി മകനുമായി വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ തന്ന സൈത്ത് മകന്റെ ജനനേന്ദ്രിയത്തിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം മകന്റെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടി. അതുപോലെ ഞാൻ മാതാവിൻ്റെ ഒരു ചിത്രം വരച്ചു. അതിവിടെ കൊണ്ടുവരണമോ എന്ന് ചിന്തിച്ചിരിക്കെ ഞാൻ ബൈബിൾ എടുത്തു നോക്കിയപ്പോൾ കിട്ടിയ വചനം വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കില്ല എന്നാണ്. കൂടാതെ കൃപാസനത്തിന്റെ സ്റ്റോളിൽ ഞാനും മകനും ക്യൂവിൽ നിൽക്കുമ്പോൾ മാതാവ് തന്നെ മകനൊരു കീ ചെയിൻ കൊടുത്തു. കണ്ണൂർ നെല്ലിപ്പാറയിൽ നിന്നുള്ള അനറ്റിന്റെ സാക്ഷ്യം. അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ചു. 79-ാം ദിവസം എൻ്റെ ഉടമ്പടിയിൽ മാതാവ് ഒപ്പിട്ടു. എൻ്റെ ഭർത്താവ് 9 വർഷമായി ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് സഡനായിട്ട് നാളെ തൊട്ട് ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞു.
ഭർത്താവ് വേറെ ഒരുപാട് കമ്പനികളിലേക്ക് അപ്ലൈ ചെയ്തുവെങ്കിലും ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു പോയി. അതിനുശേഷം 74-ാം ദിവസം ഭർത്താവ് അപ്ലൈ ചെയ്ത പുതിയൊരു കമ്പനിയിൽ നിന്ന് വിളിക്കുകയും നഷ്ടപ്പെട്ട അതേ പോസ്റ്റും അതേ സാലറിയിലും നല്ല ഒരു ജോലി ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. ആലപ്പുഴ നൂറനാടിൽ നിന്നുള്ള രാജമ്മയുടെ സാക്ഷ്യം. ഓപ്പറേഷന് ഭയമായിരുന്നതുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോയില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ കയ്യിൽ കുരിശ് തന്നപ്പോൾ തത്സമയം നടന്നത്. എൻ്റെ തൊണ്ടയ്ക്ക് ഒരു മുഴ പോലെ വന്നു. ഡോക്ടറെ കണ്ടാൽ അത് ഓപ്പറേഷനിലേക്ക് പോകുമെന്ന ഭയം കാരണം ഹോസ്പിറ്റലിലേക്ക് പോയില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാനൊരു ഹോസ്പിറ്റലിലും പോകില്ല, അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ യേശുനാമത്തിൽ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതോടൊപ്പം എനിക്ക് ഡിസ്കിന് തേയ്മാനം മൂലം വലിയ നടുവേദനയും അനുഭവപ്പെട്ടു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ കുരിശ് തരികയും നടുവിന് കുരിശ് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ നിമിഷം തന്നെ എൻ്റെ നടുവേദന സുഖപ്പെട്ടു. തൊണ്ടയിലെ മുഴയും സുഖപ്പെട്ടു. തൃശൂർ വരന്തരപ്പള്ളിയിൽ നിന്നുള്ള സുനിതയുടെ സാക്ഷ്യം. ഡേറ്റ് ഇട്ട് മാതാവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതം. മാതാവ് സ്വപ്നത്തിൽ വന്ന് നീ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ പറഞ്ഞു. എൻ്റെ മകൻ ഫ്രാൻസിൽ ജോലിക്ക് വേണ്ടി പോയെങ്കിലും 7 മാസം ജോലിയൊന്നും ലഭിച്ചില്ല. കൊണ്ടുപോയ ഏജൻസി മകനെ പറ്റിച്ചു. മകൻ മാനസികമായി വളരെ വിഷമിച്ച അവസ്ഥയിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടിയെടുത്ത് 11-ാം ദിവസം എൻ്റെ മകന് ജോലി ലഭിച്ചു. കൂടാതെ എനിക്ക് 25 വർഷമായി നടുവേദനയായിരുന്നു. മരുന്ന് കഴിച്ചിട്ടും വേദനയ്ക്ക് ഒട്ടും കുറവില്ലായിരുന്നു. തണ്ടല് വേദന മൂലം എങ്ങും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ കൃപാസനത്തിലെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു.